വെച്ച് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ഏറ്റവും വലിയ തിരിച്ചടിയുടെ ആഘാതത്തിലാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അതായത് ഇസ്രയേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുമെന്ന് വിലയിരുത്തലുകൾക്കിടയിൽ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദഹയിലും കിഴക്കൻ ബെക്ക താഴ്വരയിലും നടന്ന സ്ഫോടനങ്ങൾ ലോകത്തെയും ഹിസ്ബുള്ളയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഏറ്റവും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ ഹിസ്ബുള്ള. 11 പേർ മരിക്കുകയും 3000-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ സംഭവത്തിന്റെ പിന്നിൽ ഇസ്രയേലിന്റെ കൈകളാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3:30 ആരംഭിച്ച് 1 മണിക്കൂറോളം നീണ്ടുനിന്ന സ്ഫോടനങ്ങളിൽ 100 കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചത്? ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന പേജറുകളിൽ അവരറിയാതെ പോലും സ്ഫോടക വസ്തുക്കൾ വെച്ച് നടത്തിയ ആക്രമണമെന്നാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് എന്നാണ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. അതായത് അവർ പോലും അറിഞ്ഞില്ല. ലെബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത് തായ്വാൻ കമ്പനിയുടെ പേരിലുള്ള എന്ന വാർത്തകളൊക്കെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അവരത് നിഷേധിക്കുകയും ചെയ്തു. അതായത് ഇസ്രയേലി ചാര സംഘടനയായ മൊസാദ് ചെറിയ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കുകയായിരുന്നുവെന്ന് ലെബനാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയ്ട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് 5000 പേജറുകളുള്ള ലെബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയിരുന്നതാണ്. ലെബനാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൽ കൃത്രിമം നടത്തിയെന്നതാണ് വിവരം. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിലുള്ള പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. അതേസമയം ഈ പേജറുകൾ തങ്ങൾ നിർമ്മിച്ചതല്ല എന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള യൂറോപ്പിലെ BSC എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതും അവർക്ക് കൊടുത്തതും എന്നാണ് പറയപ്പെടുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണങ്ങൾ ഇസ്രയേൽ നടത്തിയിരുന്നുവെന്നാണ് സൂചനയുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ 2024 മാർച്ചിനും മെയ്ക്കും ഇടയ്ക്കാണ് പേജറുകൾ ലെബനനിലേക്ക് എത്തുന്നത്. AP924 എന്ന മോഡലാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത്. സന്ദേശങ്ങൾ അയക്കാനും വായിക്കാനും സാധിക്കുന്ന ഒരു പേജർ ഉപയോഗിച്ച് ഫോൺ വിളിക്കാൻ സാധ്യമല്ല. അതായത് ആശയവിനിമയത്തിന് വേണ്ടി മാത്രമുള്ളത്. ഇസ്രയേലിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിസ്ബുള്ള പോരാളികൾ ആശയവിനിമയത്തിന് വേണ്ടി ഒരു പേജർ, ഒരു ചെറിയൊരു കാർഡ് പോലിരിക്കുന്ന ഒരു സംഭവം, ഒരു ബാറ്ററി പോലിരിക്കുന്ന ഒരു സംഭവം ഉപയോഗിച്ചിരുന്നത്. പേജറുകൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ മൊസാദ് കൃത്രിമം കാണിച്ചിട്ടുണ്ടാകുമെന്നും സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സ്ഫോടക വസ്തു അടങ്ങിയ ബോർഡ് ഇതിനകത്ത് തന്നെ സ്ഥാപിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിന് പ്രത്യേക കോഡ് സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു. അതിലൂടെയാണ് ഈ ഒരു സ്ഫോടനം നടത്തിയത്. ഏതെങ്കിലും വിധത്തിൽ സ്ഫോടക വസ്തു കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതായത് സ്കാനിംഗ് തന്ത്രങ്ങൾക്കും മറ്റു ഉപകരണങ്ങൾക്കും ഇത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അത്രയേറെ സൂക്ഷ്മമായിരുന്നു. അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ആഘാതത്തിലാണ് ഹിസ്ബുള്ള ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഒക്ടോബർ 7-ന് ശേഷം നിരന്തരം ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം നടക്കുന്നുണ്ടായിരുന്നു. തിരിച്ചുള്ള ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. പല മുതിർന്ന നേതാക്കളും അവിടെ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവം വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഹിസ്ബുള്ള കാണുന്നത്. പതിറ്റാണ്ടുകൾക്കിടെ ഹിസ്ബുള്ള നേരിട്ട ഏറ്റവും വലിയ ഇന്റലിജൻസ് പരാജയമാണിതെന്ന് അമേരിക്കയുടെ മുൻ ദേശീയ ഇന്റലിജൻസ് ഓഫീസർ ജനദാൽ പെയിൻകോഫ് പറഞ്ഞിരുന്നു. സംഭവത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നും മാത്രമല്ല കനത്ത തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള്ളയും പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനിയുള്ള കാലം ഹിസ്ബുള്ളയും ഇസ്രയേലും വലിയ പോരാട്ടമായിരിക്കും. കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ഫലസ്തീനെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ പ്രചോദനമാണെന്നും ഹിസ്ബുള്ള പറയുന്നുണ്ട്. ഈ ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അപലപിച്ച് ലോക രാജ്യങ്ങളും ലെബനന് നേരെ സൈബർ ആക്രമണത്തെ വിവിധ രാജ്യങ്ങളും അപലപിച്ച് രംഗത്തെത്തുകയാണ്. ഈ ജനങ്ങളെ ഭയപ്പെടുത്താൻ വിപുലമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നാണ് വെന്യൂസില കുറ്റപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനമാണ് ഈ കുറ്റകൃത്യങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾക്ക് കാരണമാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇടയാക്കുന്നതാണ് ഈ ഒരു പുതിയ ആക്രമണമെന്നാണ് ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗ്സ് പറയുന്നത്. സംഭവത്തെപ്പറ്റി അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യ സംവിധാനങ്ങൾ അടക്കമുള്ള എല്ലാ പിന്തുണയും ലെബനനിൽ നൽകുമെന്നും ഇറാനും അറിയിച്ചിട്ടുണ്ട്. ഇറാനും ഒത്തുചേർന്നിരിക്കുകയാണ് ഇസ്രയേലിനെതിരെ ഇനി പോരാട്ടം ഘടിപ്പിക്കാൻ വേണ്ടി. പ്രത്യേക വിമാനത്തിൽ ഇറാനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തെ ഫലസ്തീനിലെ വിവിധ പോരാളി സംഘടനകളും അപലപിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഈ ഭീകരാക്രമണങ്ങൾ നടക്കുന്നത് എന്നാണ് ഹമാസ് ഇതിനെ കുറ്റപ്പെടുത്തുന്നത്. ഇനി ഇത്തരം ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ പരാജയത്തിലേക്കും അപമാനത്തിലേക്കുമാണ് നയിക്കുന്നത് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നത്. എന്ത് തന്നെയായാലും ഹിസ്ബുള്ള വെറുതെ ഇരിക്കത്തില്ല. ഹിസ്ബുള്ള ഇത് വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. കാരണം ഇസ്രയേലിനെ തിരിച്ചടിച്ചേ പറ്റൂ. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഹിസ്ബുള്ള.
ഇനി എങ്ങനെ കൃത്യസമയത്ത് അത് പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. അതായത് 1996 ജനുവരി 5 സമാനമായ രീതിയിൽ ഇസ്രയേൽ ഹമാസിന് വേണ്ടി സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കി നൽകിയിരുന്ന യഹ്യ അയ്യാഷിനെ കൊല ചെയ്തിരുന്നു. 100ഓളം ഇസ്രയേലികൾ കൊല്ലപ്പെടാൻ കാരണമെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് അയ്യാഷ്. അതായത് അയ്യാഷിനെ തൻ്റെ അച്ഛൻ്റെ ഫോൺ കോൾ വരികയാണ്. അതായത് സംസാരിക്കുന്നതിനിടെ ഫോൺ പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. ഇസ്രയേലി സെക്യൂരിറ്റി ഏജൻസികൾ അയ്യാഷ് പോലും അറിയാതെ ഫോണിൽ സ്ഫോടക വസ്തുക്കൾ വെക്കുകയായിരുന്നു. അതേ കണക്ക് തന്നെയാണ് ഈ പേജറുകൾ, ഒരു ബാറ്ററി പോലുള്ള പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഈ ഹിസ്ബുള്ളയുടെ തലസ്ഥാനമായിട്ടുള്ള നഗരത്തിലേക്ക് വെക്കുന്നതും പിന്നീട് പൊട്ടിത്തെറിക്കുന്നതും വലിയൊരു ഹിസ്ബുള്ള ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വലിയൊരു സ്ഫോടനം നടക്കുന്നതും 100 പേർ മരിക്കുന്നതും. അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഏൽക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയുമായിരുന്നു. ഇനി ലെബനൻ ആരോഗ്യ വകുപ്പ് മന്ത്രി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആളുകളുടെ മുഖത്തും കൈകളിലും വയറിലുമാണ് ഏറ്റവും അധികം പരിക്ക് പറ്റിയിട്ടുള്ളത്. അങ്ങനെയാണ് അവർ മരിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും വലിയൊരു ആക്രമണമാണ് ഇസ്രയേൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. മൊബൈൽ ഫോണുകൾ ഇസ്രയേൽ ഹാക്ക് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഇത്തരം ഒരു ആക്രമണം ഭയന്ന് ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി പേജറുകൾ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ ഈ പേജറുകളിലാണ് ഇപ്പോൾ ഈ ഒരു സ്ഫോടന വസ്തു നിറച്ച് വലിയ രീതിയിലുള്ളൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിച്ച ആയിരക്കണക്കിന് പേജറുകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ വെക്കാനും ഡിവൈസ് ഹാക്ക് ചെയ്ത് ബാറ്ററി അധികമായി ചൂടാക്കി സ്ഫോടന സാധ്യമായത് ഈ പേജറുകളുടെ സപ്ലൈ ചെയ്യാനകത്ത് കടന്നു കയറുന്നതിലൂടെയാണെന്നും പറയുന്നുണ്ട്. ഒക്ടോബർ 7 ഗസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച സമയത്താണ് തങ്ങളുടെ അംഗങ്ങളോട് ഹിസ്ബുള്ള ആക്രമണ സാധ്യത ഉള്ളതിനാൽ തന്നെ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത്, പകരം ഈ പേജറുകൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ ഈ ഒരു പേജറുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. എന്നാൽ ഈ പേജറുകളിൽ അതീവ രഹസ്യമായിട്ടാണ് ഇസ്രയേൽ ആ ഒരു സ്ഫോടക വസ്തു നിറച്ച് വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഇറാൻ ആയാലും കാനഡ ആയാലും ഇസ്രയേലിന് അനുകൂലിച്ച് രംഗത്തെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം ഇനി നടക്കും.